സംഖ്യ 12-ാം അധ്യായം. മോശ ഒരു കുഷ് ദേശക്കാരിയെ ഭാര്യയായി സ്വീകരിച്ചിരുന്നു. തന്മൂലം മിരിയാമും അഹറോനും അവൻ സ്വീകരിച്ച കുഷ്യസ്ത്രീയുടെ കാര്യത്തിൽ അവനെതിരായി സംസാരിച്ചു. അവർ ചോദിച്ചു, മോശ വഴി മാത്രമാണോ കർത്താവ് യഥാർത്ഥത്തിൽ സംസാരിച്ചിട്ടുള്ളത്? ഞങ്ങളിലൂടെയും അവിടുന്ന് സംസാരിച്ചിട്ടില്ലേ? കർത്താവ് അത് കേട്ടു. മോശ എന്ന വ്യക്തി ഭൂമുഖത്തുള്ള ഏതു മനുഷ്യനേക്കാളും വളരെ സൗമ്യനായിരുന്നു. കർത്താവ് ഉടൻ തന്നെ മോശയോടും അഹറോനോടും മിരിയാമിനോടും പറഞ്ഞു, നിങ്ങൾ മൂവരും സമാഗമ കൂടാരത്തിലേക്ക് പുറപ്പെടുവിൻ. അവർ മൂവരും പുറപ്പെട്ടു. കർത്താവ് മേഘസ്തംഭത്തിൽ ഇറങ്ങി കൂടാരവാതിൽക്കൽ നിന്നിട്ട് അഹറോനെയും മിരിയാമിനെയും വിളിച്ചു. അവർ ഇരുവരും മുന്നോട്ട് ചെന്നു. അവിടുന്ന് അരുൾ ചെയ്തു, എൻ്റെ വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. നിങ്ങൾക്ക് ഒരു പ്രവാചകനുണ്ടെങ്കിൽ കർത്താവായ ഞാൻ ദർശനത്തിൽ അവന് എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. സ്വപ്നത്തിൽ അവനുമായി സംസാരിക്കുകയും ചെയ്യും. എൻ്റെ ദാസനായ മോശ അങ്ങനെയല്ല. എൻ്റെ ഭവനം മുഴുവനിലും അവൻ വിശ്വസ്തനാണ്. ഞാൻ അവനുമായി മുഖാമുഖം സംസാരിക്കുന്നു. നേരിട്ടും നിഗൂഢതകളില്ലാതെയും അവൻ കർത്താവിൻ്റെ സ്വരൂപം ദർശിക്കുകയും ചെയ്യുന്നു. അങ്ങനെയിരിക്കെ എൻ്റെ ദാസനെതിരായി മോശയ്ക്കെതിരായി സംസാരിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ ഭയപ്പെട്ടില്ല? കർത്താവിൻ്റെ കോപം അവർക്കെതിരെ ജ്വലിച്ചപ്പോൾ അവിടുന്ന് അവരെ വിട്ടുപോയി. കൂടാരത്തിൻ്റെ മുകളിൽ നിന്ന് മേഘം മാറിയപ്പോൾ ഇതാ മിരിയാം കുഷ്ഠം ബാധിച്ച് മഞ്ഞുപോലെ ആയിരിക്കുന്നു. അഹറോൻ മിരിയാമിന് നേരെ തിരിഞ്ഞപ്പോൾ അതാ അവൾ കുഷ്ഠബാധിതയായിരിക്കുന്നു. അപ്പോൾ അഹറോൻ മോശയോട് പറഞ്ഞു, എൻ്റെ പ്രഭോ, ഞങ്ങൾ ബുദ്ധിഹീനത കാട്ടിയും പാപം ചെയ്തും ഉളവായ കുറ്റം ഞങ്ങളുടെ മേൽ ദയവായി ചുമത്തരുതേ. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ തന്നെ സ്വശരീരം പകുതി ജീർണിച്ച ചാപിള്ള പോലെ ഇവൾ ആകാതിരിക്കണമേ. മോശ കർത്താവിൻ്റെ പക്കൽ ഇപ്രകാരം നിലവിളിച്ചു, ദൈവമേ, ദയ ചെയ്ത് അവളെ സുഖപ്പെടുത്തണമേ. കർത്താവ് മോശയോടരുൾ ചെയ്തു, അവളുടെ അപ്പൻ അവളുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയാൽ അവൾ 7 ദിവസത്തേക്ക് അവഹേളിതയാകില്ലേ? 7 ദിവസം അവൾ പാളയത്തിന് പുറത്ത് മാറി നിൽക്കട്ടെ. അതിനുശേഷം അവൾ കൂട്ടത്തിൽ ചേരട്ടെ. അങ്ങനെ മിരിയാം 7 ദിവസത്തേക്ക് പാളയത്തിന് പുറത്ത് മാറി നിന്നു. മിരിയാം കൂട്ടത്തിൽ ചേരുന്നതുവരെ ജനം നീങ്ങിയില്ല. അതിനുശേഷം ജനം ഹസേറോത്തിൽ നിന്ന് നീങ്ങി പാരാൻ മരുഭൂമിയിൽ തങ്ങി. സംഖ്യ 13-ാം അധ്യായം. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു, ഞാൻ ഇസ്രായേല്യർക്ക് നൽകുന്ന കാനാൻ ദേശം ഒറ്റുനോക്കാൻ ആളുകളെ അയക്കുക. അവനവൻ്റെ പിതൃഗോത്രത്തിൽ നിന്ന് ഒരാളെന്ന കണക്കിൽ അവരിലെ ഓരോ നേതാവിനെയും നിങ്ങൾ അയക്കണം. കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് പാരാൻ മരുഭൂമിയിൽ നിന്ന് മോശ അവരെ അയച്ചു. അവരെല്ലാവരും ഇസ്രായേല്യരുടെ തലവന്മാരായ പുരുഷന്മാരായിരുന്നു. ഇവയാണ് അവരുടെ പേരുകൾ: റൂബൻ ഗോത്രത്തിന് സക്കൂറിൻ്റെ മകൻ ഷമ്മുവ, ശിമയോൻ ഗോത്രത്തിന് ഹോറിയുടെ മകൻ ഷാഫാത്ത്, യൂദാ ഗോത്രത്തിന് യഫുന്നയുടെ മകൻ കാലബ്, ഇസ്സാക്കർ ഗോത്രത്തിന് ജോസഫിൻ്റെ മകൻ ഈഗാൽ, എഫ്രായിം ഗോത്രത്തിന് നൂനിൻ്റെ മകൻ ഹൊഷയ, ബെഞ്ചമിൻ ഗോത്രത്തിന് റാഫുവിൻ്റെ മകൻ പൽത്തി, സെബുലൂൻ ഗോത്രത്തിന് സോദിയുടെ മകൻ ഗദ്ദിയേൽ, ജോസഫിൻ്റെ ഗോത്രത്തിന്, അതായത് മനാസെ ഗോത്രത്തിന് സൂസിയുടെ മകൻ ഗദ്ദി, ദാൻ ഗോത്രത്തിന് ഗമല്ലിയുടെ മകൻ അമ്മിയേൽ, ആഷേർ ഗോത്രത്തിന് മിഖായേലിൻ്റെ മകൻ സെത്തൂർ, നഫ്താലി ഗോത്രത്തിന് ബോഫസിയുടെ മകൻ നഖ്ബി, ഗാദ് ഗോത്രത്തിന് മാക്കിയുടെ മകൻ ഗവുവേൽ. ദേശം ഒറ്റുനോക്കാൻ മോശ അയച്ച ആളുകളുടെ പേരുകളാണ് ഇവ. നൂനിൻ്റെ മകൻ ഹോഷയായെ മോശ ജോഷുവ എന്ന് വിളിച്ചു. കാനാൻ ദേശം ഒറ്റുനോക്കാൻ മോശ അവരെ അയച്ചു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അവിടെ നെഗബിൽ ചെന്നിട്ട് മല കയറുവിൻ. നിങ്ങൾ ആ നാട് എങ്ങനെയുള്ളതാണെന്നും അതിൽ വസിക്കുന്ന ജനം പ്രബലമാണോ ദുർബലമാണോ, അവർ എണ്ണത്തിൽ കുറവാണോ കൂടുതലാണോ എന്നും നിരീക്ഷിക്കണം. അവർ വസിക്കുന്ന നാട് എങ്ങനെയുള്ളതാണ്? അത് നല്ലതോ ചീത്തയോ? നഗരങ്ങൾ എങ്ങനെയുള്ളത്?
അവയിൽ അവർ വസിക്കുന്നത് പാളയങ്ങളിലോ മതിൽക്കെട്ടുകൾക്കുള്ളിലോ? ഭൂമി എങ്ങനെയുള്ളതാണ്? പുഷ്ടിയുള്ളതോ തരിശോ? അതിൽ വൃക്ഷമുണ്ടോ ഇല്ലയോ എന്നും നിങ്ങൾ ഉറപ്പുവരുത്തണം. നാടിൻ്റെ കുറച്ച് ഫലം എടുക്കുകയും വേണം. ആ ദിവസങ്ങൾ മുന്തിരിയുടെ ആദ്യഫലങ്ങളുടെ കാലമായിരുന്നു. അവർ കയറിച്ചെന്ന് സിൻ മരുഭൂമി മുതൽ ഹമാത്തിന് പോകാനുള്ള റഹോബ് വരെയുള്ള പ്രദേശം ഒറ്റുനോക്കി. അവർ നെഗബിൽ കയറിച്ചെന്ന് ഹെബ്രോൻ വരെയെത്തി. അനാക്കുജാതന്മാരായ അഹിമാൻ, ഷേഷായി, തൽമായി എന്നിവർ അവിടെ ഉണ്ടായിരുന്നു. ഈജിപ്തിലെ സോവാനിനേക്കാൾ 7 വർഷം മുമ്പേ പണിയപ്പെട്ടതാണ് ഹെബ്രോൻ. അവർ എഷ്കോൾ താഴ്വര വരെ ചെന്നു. അവിടെ നിന്ന് ഒരു മുന്തിരിക്കൊമ്പും മുന്തിരിക്കുലയും മുറിച്ചെടുത്ത് 2 പേരെ കൊണ്ട് തണ്ടിന്മേൽ അത് വഹിപ്പിച്ചു. ഒപ്പം കുറെ മാതളപ്പഴവും കുറെ അത്തിപ്പഴവും. അവിടെ നിന്ന് ഇസ്രായേല്യർ മുറിച്ചെടുത്ത മുന്തിരിക്കുലയെ ആധാരമാക്കി ആ സ്ഥലത്തെ നഹൽ എഷ്കോൾ എന്ന് വിളിച്ചു. 40 ദിവസത്തിനുള്ളിൽ ദേശം ഒറ്റുനോക്കിയിട്ട് അവർ മടങ്ങി. അവർ യാത്ര ചെയ്ത് പാരാൻ മരുഭൂമിയിലുള്ള കാദഷിൽ മോശയുടെയും അഹറോൻ്റെയും ഇസ്രായേല്യ സമൂഹം മുഴുവൻ്റെയും അടുത്തെത്തി. അവരെയും സമൂഹം മുഴുവനെയും വിവരം അറിയിച്ചു. ആ ദേശത്തെ ഫലം അവരെ കാണിക്കുകയും ചെയ്തു. അവർ അവനോട് വിവരിച്ചു പറഞ്ഞു, നീ ഞങ്ങളെ പറഞ്ഞയച്ച ദേശത്ത് ഞങ്ങൾ ചെന്നു. പാലും തേനും ഒഴുകുന്നത് തന്നെയാണത്. ഇതാണ് അവിടുത്തെ ഫലം. എന്നിരിക്കലും അന്നാട്ടിൽ വസിക്കുന്ന ജനം പ്രബലരാണ്. വളരെ വലിയ പട്ടണങ്ങൾ ചെങ്കുത്തായവയാണ്. മാത്രമല്ല അനാക്കുജാതരെയും ഞങ്ങൾ അവിടെ കണ്ടു. അമലേക്യർ ദക്ഷിണദേശത്ത് താമസിക്കുന്നു. ഹിത്യരും ജബൂസ്യരും അമോര്യരും മലയിൽ പാർക്കുന്നു. കാനാന്യർ കടലോരത്തും ജോർദാൻ പരിസരത്തുമായി വസിക്കുന്നു. അപ്പോൾ മോശയോടുകൂടെ ഉണ്ടായിരുന്ന ജനത്തെ നിശബ്ദമാക്കിയിട്ട് കാലബ് പറഞ്ഞു, നമുക്കുടനെ കയറിച്ചെന്ന് അത് കൈവശപ്പെടുത്താം. കാരണം തീർച്ചയായും നമുക്ക് അതിന് കഴിയും. എന്നാൽ അവനോടുകൂടെ കയറിച്ചെന്ന ആളുകൾ പറഞ്ഞു, ആ ജനത്തിൻ്റെ പക്കൽ കയറിപ്പറ്റാൻ നമുക്കാവില്ല. കാരണം അത് നമ്മെക്കാൾ പ്രബലമാണ്. തങ്ങൾ ഒറ്റുനോക്കിയ ദേശത്തെക്കുറിച്ച് അവർ ഇസ്രായേല്യരുടെ പക്കൽ ഇപ്രകാരം അപവാദം പ്രചരിപ്പിച്ചു: ഞങ്ങൾ ഒറ്റുനോക്കാനായി കടന്നു ചെന്ന ആ ദേശം അതിനെ വസതിയാക്കാനെത്തുന്നവരെ വിഴുങ്ങിക്കളയുന്ന ഒരു നാടാണ്. അതിനുള്ളിൽ ഞങ്ങൾ കണ്ട ജനം മുഴുവനും രാക്ഷസന്മാർ. അവിടെ ഞങ്ങൾ നെഫീൽ വർഗത്തിൽപ്പെട്ട അനാക്കിൻ്റെ മക്കളായ നെഫീലുകളെ കണ്ടു. ഞങ്ങളുടെ ദൃഷ്ടികളിൽ ഞങ്ങൾ വിട്ടിലുകളെപ്പോലെയായിരുന്നു. അവരുടെ ദൃഷ്ടികളിലും ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു.